നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കണക്ക് ഔദ്യോഗികമായി വരുമ്പോൾ NDA ആണ് ലീഡ് ചെയ്യുന്നത്. മൂന്ന് കോർപ്പറേഷൻ വാർഡുകളിൽ NDA, ഒരിടത്ത് UDF, രണ്ടിടത്ത് LDF. 101 വാർഡുകളിൽ 3, 2, 5, 1, 6 വാർഡുകളുടെ ഫലസൂചനകൾ വരുമ്പോൾ, 6 ഡിവിഷനുകളുടെ ഫലസൂചനകൾ വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത NDAയുടെ കോളത്തിൽ ഒന്ന് കൂട്ടിക്കോളൂ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA 4 ഇടത്ത്, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ലഡു 4 ഇടത്ത് NDA ലീഡ് ചെയ്യുന്നു. ആ ലഡു പൊട്ടും അമൽ. അമൽ, ബിജെപിയുടെ തുടക്കത്തിൽ ബിജെപിയുടെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 3 ഇടത്ത് ബിജെപി ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. അത് ശ്രീവരാഹം, ചാല അടക്കമുള്ള സ്ഥലങ്ങളിൽ അവിടെ LDFന് ശക്തമായ സ്വാധീനമുള്ള വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ചാല അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ NDAയുടെ ലീഡാണ് കാണുന്നത്. മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ഏരിയ സെക്രട്ടറിമാരുടേതായ ഇത് വീണ്ടും റിസൾട്ട് മാറുകയാണ്. NDA 5 എന്ന നിലയിലേക്ക് മാറുന്നു. LDF 1, UDF 1 എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. അതിൽ വലിയതുറയിൽ UDF ലീഡ് ചെയ്യുമ്പോൾ വള്ളക്കടവിൽ LDF ലീഡ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീവരാഹം അടക്കം വേലാങ്കോട് അടക്കമുള്ള തിരുവനന്തപുരം നഗരസഭയിലെ വാർഡ് തിരിച്ചുള്ള കണക്കിലേക്ക് പോയാൽ 5 ഇടത്ത് NDA ലീഡ് ചെയ്യുകയാണ്. NDA ലീഡ് ചെയ്യുന്ന വാർഡുകൾ ഇവയാണ്. ശ്രീവരാഹത്ത് NDA മിനി R ലീഡ് ചെയ്യുന്നു. മണക്കാട് NDA BJP സരിത P ലീഡ് ചെയ്യുന്നു. ചാലയിൽ NDA ലീഡ് ചെയ്യുന്നു. SKP രമേശ് നിലവിലെ കൗൺസിലർ ലീഡ് ചെയ്യുന്നു. ഫോർട്ടിൽ ഹരികുമാർ S NDA ലീഡ് ചെയ്യുന്നു. പെരുന്താനിയിൽ ദീപ S നായർ ലീഡ് ചെയ്യുന്നു. NDA തിരുവനന്തപുരത്ത് BJP 5 ഇടങ്ങളിൽ ലീഡ് ചെയ്യുകയാണ്. ശ്രീവരാഹം, മണക്കാട്, ചാല, ഫോർട്ട്, പെരുന്താനി. ചാക്കയിൽ പക്ഷേ LDF ലീഡ് ചെയ്യുന്നുണ്ട്. വലിയ തുറയിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. വള്ളക്കടവിൽ LDF ലീഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം ശേഷമുള്ള കണക്കുകൂട്ടലുകളും തിരുവനന്തപുരത്ത് മാറുകയാണോ എന്നുള്ളത്. ഇപ്പൊ ചാലയൊക്കെ LDFന് അനുകൂലമായി വോട്ട് കുത്തൊഴുക്കുണ്ടാകുന്ന ഇടമാണ്. അവിടെ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളത്. ഇന്നലെ രാത്രിയിൽ BJP കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വലിയ ആത്മവിശ്വാസം, ചില അടിയൊഴുക്കുകൾ ഉണ്ട് എന്ന സൂചന, LDFന്റെ കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള അവസാന നിമിഷം ഉണ്ടായിട്ടുള്ള അങ്കലാപ്പ്, ഇതെല്ലാം സത്യമാവുകയാണോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5 ഇടത്ത് NDA, 3 ഇടത്ത് LDF എന്ന നിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? മുനിസിപ്പാലിറ്റികൾ നോക്കൂ, ടൈ 23-23. സംസ്ഥാനത്തെ 23 മുനിസിപ്പാലിറ്റികളിൽ LDFും 23 മുനിസിപ്പാലിറ്റികളിൽ UDFും ലീഡ് ചെയ്യുമ്പോൾ കോർപ്പറേഷനുകളിൽ ഒരു കോർപ്പറേഷനിൽ NDAയും ഒരു കോർപ്പറേഷൻ UDFും 4 ഇടത്ത് LDFും. ഈ വോട്ട് കണക്ക് കൂടി ഒന്ന് തിരിച്ചു പറയാം. ശ്രീവരാഹത്ത് BJP ലീഡ് ചെയ്യുന്നത് മിനി R 436 വോട്ട്. രണ്ടാമതുള്ള പ്രിയ C നായർക്ക് 232 വോട്ട് മാത്രമേ ഉള്ളൂ. അവിടെ വലിയ വ്യത്യാസത്തിലേക്ക് പോവുകയാണ്. മണക്കാട് BJP 308 വോട്ടിന് ലീഡ് ചെയ്യുമ്പോൾ തൊട്ടുമില്ല സ്ഥാനാർത്ഥിക്ക് 82 വോട്ട് മാത്രമാണ്. ചാലയിൽ BJP സ്ഥാനാർത്ഥി SKP രമേശ് ലീഡ് ചെയ്യുന്നു. 337 വോട്ട്. അഡ്വക്കേറ്റ് SA സുന്ദർ CPMന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. SA സുന്ദറിന് 265 വോട്ട് മാത്രമേ ഉള്ളൂ. 337 വോട്ടുമായി SKP രമേശ് ലീഡ് ചെയ്യുന്നു. ഫോർട്ടിൽ NDA സ്ഥാനാർത്ഥി ഹരികുമാർ S 477 വോട്ട്. VR നാരായണൻ 143 വോട്ട് മാത്രമേ രണ്ടാം സ്ഥാനത്തുള്ള കാൻഡിഡേറ്റിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. പെരുന്താനിയിൽ BJP സ്ഥാനാർത്ഥി ദീപ S നായറിന് 468 വോട്ട്. അനുജയൻ തൊട്ടുപിന്നിലെ സ്ഥാനാർത്ഥിക്ക് 236 വോട്ടാണ്. ഇപ്പോൾ ലീഡ് നില വന്ന 5 ഇടത്തും അല്പം വ്യക്തമായ ലീഡ് തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിൽ, നഗരസഭയിൽ NDAക്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.